ഇന്ത്യയുടെ അഗ്നി 6 ഇപ്പം നമുക്കറിയാം ഏറ്റവും പുതുതായി നടന്ന ഒരു പ്രോഗ്രാമിൽ പാകിസ്ഥാന്റെ ഒരു ചോദ്യത്തിന് ഇന്ത്യയുടെ അഗ്നി 6മായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ US ഒഴിഞ്ഞു മാറുന്ന ഒരു സമ്മതം നമ്മൾ കണ്ടതാണ്. അപ്പം യഥാർത്ഥത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ എന്തുകൊണ്ടാണ് US ഈ ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഇതുമായി ബന്ധപ്പെട്ട് US എക്കാലത്തും ഭയങ്കര വിയോജിപ്പുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ ഈ സാധനം കൈക്കലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ്. അപ്പൊ പാകിസ്ഥാന്റെ ഈ ഒരു ചോദ്യത്തിന് എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ഒരു വല്ലാത്തൊരു മറുപടി കൊടുത്ത് വലിയ സ്കൂട്ടാവാൻ ഒഴിവാകാൻ നോക്കിയത്? ഇന്ത്യ അഗ്നി 6 പരീക്ഷണം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഔദ്യോഗികമായിട്ട് അഗ്നി 6 എന്ന മിസൈല് പരീക്ഷണ വിക്ഷേപണം നടത്തിയിട്ടില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഇന്ത്യ ആ മിസൈലിന് പേരിട്ടത് അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ എന്നാണ്. അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ വിത്ത് MIRV എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന ഒരേ സമയം ഒരു മിസൈലിൽ നിന്നും ഒരു 10ഓ അല്ലെ 10-12 ഒക്കെ വാർഹെഡുകൾ പല വിഭിന്ന ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അത്തരം ഒരു മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചിരുന്നു. പക്ഷെ അതിന് അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ എന്നാണ് ഇന്ത്യ പേരിട്ടത്. പക്ഷെ ചില രാജ്യങ്ങളൊക്കെ ഇത് 10,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണെന്നും ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അഗ്നി 6 പരീക്ഷണമായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിലെ ഷാങ്ക്രില ഡയലോഗ് എന്ന ഒരു പ്രതിരോധ സെമിനാറുണ്ട്. അത് എല്ലാ വർഷവും നടക്കുന്നതാണ്. അത് വലിയ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര അവലോകനമാണ്. ഈ അവലോകനത്തിൽ അമേരിക്കയുടെ വാർ സെക്രട്ടറി ആയിട്ടുള്ള യുദ്ധകാര്യ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ പാകിസ്ഥാനിലെ ഒരു പത്രപ്രവർത്തകൻ പീറ്റ് ഹെഗ്സത്തിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചു. അതായത്, നിങ്ങൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യം വിക്ഷേപിച്ചാലും നിങ്ങൾ അതിനെ എതിർക്കാറുണ്ട്, അവർക്ക് നേരെ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ ഇന്ത്യ ഈ അടുത്ത സമയത്ത് 10,000 കിലോമീറ്റർ ദൂര പരിധിയുള്ള അഗ്നി 6 വിക്ഷേപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് ഞാൻ ഒരു രാജ്യത്തെയും പേരെടുത്ത് വിമർശിക്കില്ല എന്ന മറുപടി കൊടുക്കുകയും ഇന്ത്യ ഒരു അതിശക്തമായ സൈനിക ശേഷിയുള്ള ഒരു രാജ്യമാണെന്നും അതിവേഗം ഇന്ത്യ അതിൻ്റെ സൈനിക ശേഷി നവീകരിക്കുകയാണെന്നും ഒക്കെയുള്ള രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തത്. അപ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ ഇന്ത്യ അഗ്നി 6 വിക്ഷേപിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംശയം ഇപ്പോൾ പലരും പ്രകടിപ്പിക്കുമ്പോൾ അഗ്നി 6 എന്ന് ഇന്ത്യ പേരിട്ടിട്ടില്ല ഔദ്യോഗികമായിട്ട്. അതിനാൽ തന്നെ അതൊരു സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയുമല്ല. പക്ഷേ ഇന്ത്യയുടെ അഗ്നി 5ന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ഇന്ത്യ വിക്ഷേപിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണഗതിയിൽ ഒരു മിസൈലിന്റെ വാർഹെഡിന്റെ ഭാരം കുറയ്ക്കുകയാണെങ്കിൽ ആ മിസൈലിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാം എന്നുള്ളതാണ് അതിലെ ഒരു ശാസ്ത്രീയ വശം. അതായത് അഗ്നി 5 സാധാരണഗതിയിൽ ഏതാണ്ട് 1.5 ടൺ തൊട്ട് 3 ടൺ വരെയുള്ള വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു മിസൈലാണ്. ഇന്ത്യ അതിൻ്റെ പ്രഖ്യാപിച്ചിട്ടുള്ള അതിൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞാൽ 5500 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈലായിട്ടാണ് ഇന്ത്യ അതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ആ മിസൈലിന് യഥാർത്ഥത്തിൽ 8500 കിലോമീറ്റർ റേഞ്ച് ഉള്ളതായിട്ടാണ് ചൈന പറയുന്നത്. അതിൻ്റെ ഫുൾ റേഞ്ച് ഇന്ത്യ വെളിപ്പെടുത്താത്തതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 3 ടണ്ണോ അല്ലെങ്കിൽ 2 ടണ്ണോ ഉള്ള ഒരു മിസൈല് 8000 കിലോമീറ്റർ അത് വഹിച്ചുകൊണ്ട് പോകാൻ അതിന് പറ്റുമെങ്കിൽ അതിൻ്റെ വാർഹെഡിൻ്റെ ഭാരം 1 ടണ്ണായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 11,000 കിലോമീറ്റർ പോകും. അത് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സത്യമാണ്. അപ്പം ഈ മിസൈലുകളുടെ വാർഹെഡിന്റെ ഭാരം വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ മിസൈലുകളുടെ റേഞ്ച്, ബലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ തന്നെ ആയിരിക്കാം. എന്തായാലും ശരി, പീറ്റ് ഹെഗ്സത്ത് ഇന്ത്യയെ ഒരു വലിയ സൈനിക ശക്തിയായിട്ട് അവിടെ വെച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇനി അമേരിക്ക തൽക്കാലം ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യ ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിച്ചെടുത്ത ടെക്നോളജി അല്ലത്. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ടെക്നോളജിയാണ്.
അഗ്നി 6-ൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഗ്നി 6 ആണെന്ന് തന്നെ നമുക്ക് കരുതാം. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് വികസിപ്പിച്ച ടെക്നോളജി. ഇത് ഏതൊരു ഉപരോധം കൊണ്ടുവന്നാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഒരു സ്വന്തമായിട്ട് വികസിപ്പിച്ച ഒരു രാജ്യം വികസിപ്പിച്ചെടുത്ത ടെക്നോളജി അതിൽ പുതിയ ഏതെങ്കിലും ഒരു ഉപരോധം പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യയെ വെറുതെ പ്രകോപിപ്പിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഒരു ബലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിനെ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും തടയാൻ പറ്റുന്നില്ല. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിലെ ഈ ഒരു ബലിസ്റ്റിക് മിസൈലിൽ സാധാരണ പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ സീക്കർ എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. രണ്ടാമത്തേത് അതിൻ്റെ എയ്സ റഡാർ എന്ന് പറയും, മിനിയേച്ചർ റഡാറുകളാണത്. അതിൻ്റെ പിന്നെ അത്തരം സംവിധാനങ്ങളാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പസിറ്റ് മെറ്റീരിയലുകൾ. കാരണം ബലിസ്റ്റിക് മിസൈലുകളൊക്കെ തന്നെ അന്തരീക്ഷത്തിന് വെളിയിലേക്ക് പോയിട്ട് അത് റീ എൻട്രി നടത്തി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അത് അതിൻ്റെ ടാർഗറ്റിനോട് അടുത്തെത്തുമ്പോൾ അതിന് വലിയ വേഗത ഉണ്ടായിരിക്കും. ഇപ്പം അഗ്നി 5-ന്റെ വേഗത മാക്ക് 23 ഒക്കെ വരുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കരുതേണ്ടത് ഈ ബ്രഹ്മോസിന്റെ വേഗത മാക്ക് 3 ഈ അഗ്നി 5-ന്റെ പിന്നെ ഒരു ടാർഗറ്റിലേക്ക് അടുക്കുമ്പോഴുള്ള ഈ വേഗത മാക്ക് 20 ഒക്കെ ഉണ്ട്. പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ള നിലയ്ക്ക് അതൊരു പ്രഡിക്റ്റബിൾ പാത്താണ്, ട്രാജക്ടറി എന്ന് പറയും. അതായത് പിന്നെ ഒരു നിശ്ചിത ട്രാജക്ടറിയിലൂടെയാണ്. പക്ഷേ ഒരു പിന്നെ ബ്രഹ്മോസിനെ പോലുള്ള ഒരു മിസൈല് അങ്ങനെ ഒരു നിശ്ചിത ട്രാജക്ടറി ഇല്ല. അതുകൊണ്ട് തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് വേഗത അതിൻ്റെ പല മടങ്ങുണ്ടെങ്കിൽ പോലും അത് ആ ട്രാജക്ടറി എന്ന് പറയുന്ന അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരുന്ന ഒരു പാത അത് ഒരു നിശ്ചിത പാതയായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ MIRV ഘടിപ്പിച്ച ഒരു മിസൈല് അതിനെ പ്രതിരോധിക്കുക എളുപ്പമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈന് നേരെ ഓർഷനിക് എന്ന ഒരു മിസൈല് റഷ്യ പ്രയോഗിച്ചിരുന്നു. അത് ഏതാണ്ട് 5000-നും 6000-നും കിലോമീറ്റർ ഇടയ്ക്ക് റേഞ്ചുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ആ ബാലിസ്റ്റിക് മിസൈലിന് ടെർമിനൽ ഫേസ് എന്ന് പറയുന്ന, ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുമ്പോഴുള്ള വേഗത, ടെർമിനൽ ഫേസിലെ വേഗത ഏതാണ്ട് മാക്ക് 13. അതിലും എത്രയോ വേഗതയുണ്ട് ടെർമിനൽ ഫേസിലെ അഗ്നി 5-നും അതുപോലെ നമ്മൾ വിക്ഷേപിച്ച അഡ്വാൻസ്ഡ് അഗ്നിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അറിയാം ഇത്രയധികം, അതായത് സീക്കറുകള്, നാവിഗേഷൻ സിസ്റ്റം, അതുപോലെ കോമ്പസിറ്റ് മെറ്റീരിയല്, പിന്നെ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഡാറുകൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലും സ്വന്തം ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യത്തിന് മേൽ ഉപരോധം കൊണ്ടുവന്നാൽ യാതൊരു രീതിയിലും ആ ഒരു പ്രോജക്റ്റിനെ തടയാൻ അമേരിക്കയ്ക്ക് പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കണം അമേരിക്ക തന്ത്രപൂർവ്വം പാകിസ്ഥാന്റെ ചോദ്യങ്ങൾക്ക് ഒഴിവാക്കിയത്. എന്തായാലും ഇന്ത്യക്ക് ICBM ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം അതിനെക്കുറിച്ച് അമേരിക്ക തൽക്കാലം കണ്ടില്ല എന്നടിക്കും. ഇന്ത്യക്ക് ICBM ഉണ്ട് എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം, ഇന്ത്യക്കും അറിയാം, മറ്റെല്ലാ രാജ്യങ്ങൾക്കും അറിയാം, ചൈനയ്ക്കും അറിയാം. അപ്പോ ആ ഒരു തിരിച്ചറിവ് ICBM രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ കൂടാതെ റഷ്യക്ക് ഉണ്ട്, അമേരിക്കക്ക് ഉണ്ട്, അതേപോലെ ചൈനയ്ക്ക് ഉണ്ട്. നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാന് ഈ ഒരു ICBM ടെക്നോളജി ഉണ്ടോ? ഇല്ല. പാകിസ്ഥാന്റെ പരമാവധി ദൂരെ സഞ്ചരിക്കുന്ന പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ 2750 കിലോമീറ്ററാണ്. ഷഹീൻ 3 ആ മിസൈലിന്. ഷഹീൻ 3 അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച ഒരു പരിമിതിയാണ്. അതായത് പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയുടെ എല്ലാ നഗരങ്ങളിലും എത്താൻ പറ്റില്ല പാകിസ്ഥാൻ മിസൈലുകൾക്ക്. പിന്നെ പാകിസ്ഥാൻ അതിനുവേണ്ടി ചെയ്യുന്നത് ഈ അതിർത്തിയിലുള്ള, അതായത് ഇപ്പൊ ഡൽഹി തീർച്ചയായിട്ടും അതിന്റെ പരിധിപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചാബ്, UP, വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളും ഈ 2750 കിലോമീറ്റർ എന്ന പരിധിയിൽ പെടുന്നതാണ്. പാകിസ്ഥാനെ മറികടക്കണമെങ്കിൽ പാകിസ്ഥാന് ഒരു സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാവേണ്ടതുണ്ട്. പാകിസ്ഥാൻ ആ ടെക്നോളജിയും ഇല്ല. ഈ അടുത്ത കാലത്ത് ചൈനയോട് അത്തരം ഒരു മിസൈലും സബ്മറീനും തരാമോ എന്ന് പാകിസ്ഥാൻ ചോദിച്ചിരുന്നു. ചൈന അത് നിഷേധിച്ചിരുന്നു. സത്യത്തിൽ അതൊരു അപഹാസ്യമായ ചോദ്യമാണ്. കാരണം ലോകത്തിൽ ഒരു രാജ്യവും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ വേറൊരു രാജ്യത്തിന് ഒരു സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കില്ല. കാരണം അത്
വളരെ ക്ലോസ്ലി ഗാർഡഡ് സീക്രട്ട് ആണ്. അത് ഓരോ രാജ്യവും ഇന്ത്യ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം ഈ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് അത് 2 ഘട്ടമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ആദ്യം ഈ മുങ്ങിക്കപ്പലുകളിൽ നിന്നും അതിലെ കാനിസ്റ്ററിൽ നിന്നും ഈ മിസൈൽ വേർപെട്ടിട്ട് അത് പോപ്പപ്പ് ടെക്നോളജി മൂലം സമുദ്രത്തിന്റെ മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ ഉയർന്നു വരുന്ന ഈ മിസൈല് ഈ സമുദ്ര ഉപരിതലത്തിൽ വരുമ്പോഴാണ് അത് സ്വയം ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് അത് അവിടുന്ന് പിന്നീട് ലോഞ്ച് ചെയ്യപ്പെടുക സമുദ്ര ഉപരിതലത്തിൽ. അപ്പോൾ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് അണ്വായുധം ഉള്ളത് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ അണ്വായുധം കയ്യിലുണ്ടാന്ന് വെച്ചാൽ അത് പ്രയോഗിക്കണ്ടേ? അത് 2-3 മാർഗങ്ങളാണ് പ്രയോഗിക്കാവുന്നത്. ഒന്ന്, കരയിൽ നിന്നും ഒരു മിസൈൽ ഘടിപ്പിച്ച് ശത്രുവിന്റെ രാജ്യത്തേക്ക് വിടുക. അത് ബാലിസ്റ്റിക് മിസൈലുകളിലാണ് ഈ ന്യൂക്ലിയർ വാർ ഹെഡ് വഹിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഞാൻ ആദ്യമേ പറഞ്ഞ അതൊരു പ്രഡിക്റ്റബിൾ പാത്തിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് വിമാനത്തിൽ നിന്നും ഇപ്പം കൊണ്ടിടുക എന്നുള്ള. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വിമാനങ്ങൾ ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ അതിർത്തി ലംഘിക്കാൻ പറ്റില്ല. കാരണം അത് വെടിവെച്ചിടപ്പെടും. പാകിസ്ഥാന്റെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ S-400 അല്ലെങ്കിൽ ബറാക്ക് 8 ഒക്കെ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ അതിർത്തിക്ക് ഉള്ളിൽ വെച്ച് തന്നെ അതിനെ വെടിവെച്ചു. പിന്നെ പക്ഷേ ഈ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ആ അന്തർവാഹിനി എവിടെയാണെന്ന് ആർക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അന്തർവാഹിനിയിൽ സാധാരണ ഇതിൽ ഇപ്പൊ ഇന്ത്യയുടെ K4 പിന്നെ അതുപോലെ K-15 ഇങ്ങനെ രണ്ട് സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യക്കുള്ളത്. അത് രണ്ടും അരിഹന്ത് ക്ലാസ് സബ്മറീൻസിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബാലിസ്റ്റിക് മിസൈല് നമുക്ക് ഒരു അന്തർവാഹിനിയിൽ ഘടിപ്പിക്കണമെങ്കിൽ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ഉണ്ടായാലേ പറ്റൂ. അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി നിർമ്മിച്ചിട്ട് വേണം ഈ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ അതിൽ ഘടിപ്പിക്കണം. എന്നിട്ട് വേണം നമ്മൾ പരീക്ഷണം നടത്താൻ. സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ വളരെ ക്ലോസ്ലി ഗാർഡഡ് സീക്രട്ടാണ്. അത് ഒരു രാജ്യവും വേറൊരു രാജ്യത്തിന് കൊടുക്കില്ല. ഇപ്പൊ ചൈനയോട് അങ്ങനെ ഒരു അന്തർവാഹിനിയും അതുപോലെ തന്നെ മിസൈൽ സഹിതം തരാവോ എന്നാണ് പാകിസ്ഥാൻ ചോദിച്ചത്. പരസ്യമായിട്ട് തന്നെ അത് കൂടുതലൊന്നും ആലോചിച്ചില്ല ചൈന. അവർ തരാൻ പറ്റില്ല എന്നുള്ളത് തീർത്തു പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ അണ്വായുധം പ്രയോഗിക്കാനുള്ള 2 ഓപ്ഷനാണ്. ഒന്ന്, ഈ ഷഹീൻ മിസൈലില് ന്യൂക്ലിയർ വാർ ഹെഡ് ഉണ്ടാവും. അതുപോലെ തന്നെ F-16 വിമാനത്തിന് ന്യൂക്ലിയർ ബോംബ് ഘടിപ്പിക്കാം. പക്ഷെ അത് പരിമിതിയുണ്ട്. അത് 90% അത് ആ രാജ്യത്തിന്റെ മുകളിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ടെക്നോളജി അതിനുവേണ്ടി അന്വേഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരും അത് കൊടുക്കില്ല. സ്വന്തമായിട്ട് വികസിപ്പിച്ചേ പറ്റൂ. ഇന്ത്യ 1970-കൾ തൊട്ട് ഉള്ള ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ ആണവ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ നിർമ്മിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ KS-5 എന്ന സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു. അതിന്റെ പോപ്പപ്പ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതിന് 6000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. K4 ഇപ്പോൾ നമ്മൾ ഓപ്പറേഷണലൈസ് ചെയ്തിരിക്കുന്ന മിസൈലിന് K4 ആണ്. ആ K4ന്റെ റേഞ്ച് 3500 കിലോമീറ്റർ ആണ്. K-15ന്റെ റേഞ്ച് വെറും 750 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ K-5 ഓപ്പറേഷണലൈസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറാൻ പോകുന്നത്. അതായത് ചൈനയെയോ അല്ലെങ്കിൽ ഈവൻ US-നെ നേർക്ക് തന്നെ അത് പ്രയോഗിക്കാം. K-5നോടൊപ്പം K-6 നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. K-6ൻ്റേത് 8000 കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം K-5 6000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈൽ ആകുമ്പം ഒരു ചൈനയുടെ ടെറിട്ടോറിയൽ അല്ലെ ഷോർ തീരത്ത് നിന്നും ഒരു 4000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്നായിരിക്കും ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും ആ മിസൈൽ അന്തർവാഹിനിയെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ട് എത്തുന്ന ഒരു മിസൈലായിരിക്കും. അതിൻ്റെ ആ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് ഇങ്ങനെയുള്ള ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. പാകിസ്ഥാന്
അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഡോക്ട്രിൻ ഇപ്പൊ വേറെ. അവരത് സബ് കിലോട്ടൺ വാർഹെഡ് എന്ന് പറയുന്നുണ്ടാക്കി, ചെറിയ ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടാക്കിയിട്ട് അവരുടെ രാജ്യത്ത് ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ അവർ പ്രയോഗിക്കുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ വന്നത്. അതായത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പിടിച്ചെടുക്കാനായിട്ട് ചെല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ന്യൂക്ലിയർ വാർഹെഡ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ അവർ പ്രയോഗിക്കും. അപ്പം അവരുടെ രാജ്യത്തോട്ട് കയറാം. പക്ഷെ അവരുടെ രാജ്യത്തിൽ വെച്ച് തന്നെ ഇത് പൊട്ടുമ്പോൾ അവരുടെ ആൾക്കാരും മരിക്കും. അത് വേറൊരു കൊളാട്രൽ ഡാമേജ് ആണ്. പക്ഷെ അതല്ലാതെ തൽക്കാലത്തേക്ക് അവർക്ക് നിവൃത്തിയില്ല. അവർക്ക് അങ്ങനെയുള്ള ആയുധങ്ങൾ ഇപ്പോഴില്ല. പക്ഷെ ഈ 10,000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുള്ള വേറൊരു രാജ്യമുണ്ട്. അത് നോർത്ത് കൊറിയയാണ്. നോർത്ത് കൊറിയയ്ക്ക് 10,000 കിലോമീറ്റർ അധികം റേഞ്ചുള്ള ഡോങ്ഫെങ് എന്തോ ഒരു, ഞാൻ ആ പേര് മറന്നുപോയി, അങ്ങനെ ഒരു മിസൈൽ അവർക്കുണ്ട്. ഇപ്പം ഈ 10,000 കിലോമീറ്റർ അധികം റേഞ്ചുള്ള മിസൈലുകളുടെ പേര് പറയുമ്പം അമേരിക്കയുടെ മിനറ്റ് മാൻ, പിന്നെ റഷ്യക്ക് അതുപോലെ ഉണ്ട് ഈ സാത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മിസൈലുണ്ട്, ചൈനയ്ക്കുണ്ട്. ഇതെല്ലാം തന്നെ 14,000 കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഒക്കെ റേഞ്ചുള്ള മിസൈലുകളാണ്. അപ്പോൾ ഒരു പക്ഷേ ആ ക്ലബിൽ ഇന്ത്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ അത് അനൗൺസ് ചെയ്തിട്ടില്ല. അമേരിക്ക അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അമേരിക്ക തൽക്കാലം അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇറാൻ യുദ്ധത്തിലും, പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നലെ പിന്നെ പീറ്റ് ഹെക്സത്ത് പറഞ്ഞ ഒരു കാര്യം, ദക്ഷിണ ഏഷ്യയിലെ അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ശാക്തിക സമതുലിതാവസ്ഥയ്ക്ക് ഇന്ത്യ ആവശ്യമാണ്. ഇന്ത്യ വലുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യ ഇല്ലെങ്കിൽ ചൈന ഇവിടുത്തെ ദക്ഷിണേഷ്യയിലെയും പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും ഏക വൻശക്തിയായിട്ട് മാറും. തൽക്കാലം അതിനേക്കാൾ അമേരിക്കയ്ക്ക് താല്പര്യം ഇന്ത്യയും കൂടെ അതുപോലൊരു സമാനമായ ശക്തിയായിട്ട് ഇവിടെ ഒരു ശാക്തിക സമതുലിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ത്യയെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ അമേരിക്ക തയ്യാറല്ല എന്ന് വളരെ വ്യക്തമായ സൂചനയാണ് പീറ്റ് ഹെക്സത്ത് നൽകിയത്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ അതുമായിട്ട് സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.